ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ 6 കിച്ചൺ ഗാഡ്ജറ്റുകൾ കണ്ടാൽ ആദ്യം നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ ഒരു ചെറിയ സൗകര്യത്തിനുള്ള മെഷീനുകളല്ലേ എന്നായിരിക്കും. പക്ഷേ കുറച്ചാഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകും, ഇത് വെറും കിച്ചൺ ഗാഡ്ജറ്റുകളല്ല, ഇത് നമ്മുടെ വീടുകളിലെ ജോലികളുടെ ഭാവിയാണ്. ഈ 6 കിച്ചൺ ഗാഡ്ജറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിന്റെ ആമസോൺ അല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോയുടെ ഇടയിൽ ഇതിന്റെ പേരെന്താണ് അല്ലെങ്കിൽ എവിടെ വാങ്ങാം എന്ന് അന്വേഷിക്കാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് അമ്മമാർ ഓരോ ദിവസവും മണിക്കൂറുകൾ അടുക്കളയിൽ ചെലവഴിക്കുന്നു. രാവിലെ പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, വൈകുന്നേരം ചായ, രാത്രിയിലെ ഭക്ഷണം, അതിനിടയിൽ പച്ചക്കറി അരിയൽ, കറിയിളക്കൽ, പാത്രങ്ങൾ കഴുകൽ, മാവ് കുഴയ്ക്കൽ, കാപ്പി ഉണ്ടാക്കൽ എന്നിങ്ങനെ അവസാനമില്ലാത്ത ജോലികൾ. എന്നാൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓട്ടോമേഷനും ഓഫീസുകളെ മാത്രമല്ല മാറ്റുന്നത്, നമ്മുടെ അടുക്കളകളെയും മാറ്റാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിലെ അടുക്കള എങ്ങനെയായിരിക്കും എന്ന് കാണാം. Kitchen Art Auto Measure Spice Carousel. പാചകം ചെയ്യുന്നവർക്കറിയാം, ചിലപ്പോൾ ഒരു ചെറിയ തെറ്റുപോലും മുഴുവൻ ഭക്ഷണത്തിന്റെ രുചി മാറ്റിക്കളയും. പ്രത്യേകിച്ച് മസാലകൾ ചേർക്കുമ്പോൾ 1 ടീസ്പൂൺ ചേർക്കേണ്ടിടത്ത് 2 ടീസ്പൂൺ പോയാൽ കറി തന്നെ മാറിപ്പോവും. ഈ പ്രശ്നം പരിഹരിക്കാനാണ് കിച്ചൺ ആർട്ട് ഓട്ടോ മെഷർ സ്പൈസ് കാരസൽ. കാണുമ്പോൾ ഒരു സാധാരണ സ്പൈസ് റാക്ക് പോലെയാണ് തോന്നുക, പക്ഷേ ഓരോ തവണയും കൃത്യമായ അളവിൽ മാത്രം മസാല പുറത്തേക്ക് നൽകാൻ ഇതിന് കഴിയും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് എല്ലാം പ്രത്യേകം കമ്പാർട്ട്മെന്റ്സിൽ സൂക്ഷിക്കാം. ഒരു ബട്ടൺ തിരിക്കുമ്പോൾ കൃത്യമായ അളവിൽ മാത്രം മസാല പുറത്തു വരും. AI ഇല്ല, ആപ്പില്ല, ബാറ്ററി പോലും വേണ്ട. എന്നാൽ ദിവസേന പാചകം ചെയ്യുന്ന ഒരാളുടെ സമയം ലാഭിക്കുന്ന വളരെ പ്രായോഗികമായ ഒരു കണ്ടുപിടുത്തമാണിത്. Nama M1 Plant Milk Maker. ബദാം പാൽ, ഓട്സ് പാൽ, സോയാ പാൽ തുടങ്ങിയവ ഉപയോഗിക്കുന്നവർക്കറിയാം, വീട്ടിൽ ഇത് തയ്യാറാക്കുന്നത് വളരെ സമയമെടുക്കുന്ന കാര്യമാണ്. ആദ്യം സോക്ക് ചെയ്യണം, പിന്നീട് ബ്ലെൻഡ് ചെയ്യണം, അതിനുശേഷം സ്ട്രെയിൻ ചെയ്യണം, അവസാനം വൃത്തിയാക്കണം. Nama M1 ഈ മുഴുവൻ പ്രക്രിയയും ഓട്ടോമേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഫ്രഷ് പ്ലാന്റ് മിൽക്ക് തയ്യാറാകും. Stirmate Automatic Pot Stirrer. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. കാരണം എല്ലാ അമ്മമാർക്കും ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഗാഡ്ജറ്റ് ഇതായിരിക്കും. ഒരു കറി സ്റ്റൗവിൽ വെച്ചിട്ട് ഇടയ്ക്കിടെ പോയി ഇളക്കേണ്ട സാഹചര്യം എല്ലാവർക്കും അറിയാം. 5 മിനിറ്റ് ശ്രദ്ധ മാറിയാൽ കറി അടി പിടിക്കും. അപ്പോൾ സ്റ്റർമേറ്റ് എന്ന ഈ ചെറിയ റോബോട്ട് പാത്രത്തിന് മുകളിൽ ഘടിപ്പിച്ചാൽ മതി. ഇത് മണിക്കൂറുകളോളം തുടർച്ചയായി കറി ഇളക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ മീൻവൈൽ കുട്ടികളുടെ ഹോംവർക്ക് നോക്കാം, വീട്ടുകാരോട് സംസാരിക്കാം, അല്ലെങ്കിൽ വെറുതെ ഇരുന്നൊരു കപ്പ് ചായ കുടിക്കാം. സൂപ്പ്, സോസ്, ഓട്സ്, റിസോട്ടോ, പുഡിംഗ് തുടങ്ങിയവ തയ്യാറാക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് സഹായിക്കും. ഒരു ചാർജിൽ 10 മണിക്കൂർ വരെ പ്രവർത്തിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. Kitchen Arm Smart Bread Machine. ബ്രെഡ് ഉണ്ടാക്കുന്നത് കേൾക്കാൻ എളുപ്പമാണ്, പക്ഷെ യഥാർത്ഥത്തിൽ ബ്രെഡ് മേക്കിംഗ് ഒരു സയൻസ് ആണ്. മിക്സ് ചെയ്യണം, നീഡ് ചെയ്യണം, പ്രൂഫ് ചെയ്യണം, ബേക്ക് ചെയ്യണം. ഈ എല്ലാ ജോലികളും കിച്ചൺ ആം സ്മാർട്ട് ബ്രെഡ് മെഷീൻ സ്വയം ചെയ്യും. നിങ്ങൾ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്താൽ മതി. അതിനുശേഷം മുഴുവൻ പ്രക്രിയയും മെഷീൻ നിയന്ത്രിക്കും.
വൈറ്റ് ബ്രെഡ് മുതൽ ഫ്രഞ്ച് ബ്രെഡ്, ഹോൾ വീറ്റ് ബ്രെഡ്, റൈ ബ്രെഡ് വരെ വിവിധ തരത്തിലുള്ള ബ്രെഡ് ഉണ്ടാക്കാൻ ഇതിന് കഴിയും. അതുപോലെ യോഗേർട്ട്, ജാം, കേക്ക് എന്നിവയും ഉണ്ടാക്കാം. ഇതുപോലുള്ള മെഷീനുകൾ വളരെയധികം ജനപ്രിയമാവുന്നതിന്റെ കാരണം ഒരു കാര്യം മാത്രമാണ്: അടുക്കളയിൽ ചെലവഴിക്കുന്ന സമയം കുറയ്ക്കുക. DeLonghi Revelia Smart Coffee Machine. രാവിലെ എഴുന്നേറ്റ ഉടൻ കാപ്പി കുടിക്കുന്നവർക്ക് ഇതൊരു സ്വപ്ന മെഷീനാണ്. ഈ മെഷീൻ വെറും കോഫി ഉണ്ടാക്കുകയല്ല, നിങ്ങളുടെ ശീലങ്ങൾ പഠിക്കും. നിങ്ങൾക്ക് സ്ട്രോങ് കോഫിയാണോ ഇഷ്ടം, ലാത്തെ ആണോ, ക്യാപ്പച്ചീനോ ആണോ, ഏത് സമയത്താണ് സാധാരണ കോഫി കുടിക്കുന്നത്, ഇതെല്ലാം മെഷീൻ ഓർമ്മ വയ്ക്കും. വീട്ടിൽ 4 ആളുകളുണ്ടെങ്കിൽ 4 വ്യത്യസ്ത പ്രൊഫൈൽസ് വരെ സേവ് ചെയ്യാൻ കഴിയും. അതിനർത്ഥം വീട്ടിലെ ഓരോരുത്തർക്കും അവരുടെ സ്വന്തം കോഫി അസിസ്റ്റന്റ് ഉണ്ടെന്നതാണ്. ഇത് വെറും ലക്ഷറി അല്ല. AI എങ്ങനെ ദിവസേനയുള്ള ചെറിയ തീരുമാനങ്ങൾ പോലും നമ്മളിൽ നിന്ന് ഏറ്റെടുക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. Nosh One Kitchen Robot. ഇപ്പോൾ നമുക്ക് ഭാവിയിലേക്ക് പോകാം. ഇതുവരെ കണ്ട എല്ലാ ഗാഡ്ജറ്റ്സും ഓരോ ജോലികൾ ഓട്ടോമേറ്റ് ചെയ്തവയാണ്. പക്ഷേ നോഷ് വൺ കിച്ചൺ റോബോട്ട് ഒരു മുഴുവൻ കുക്കിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന മെഷീനാണ്. ഈ റോബോട്ട് എണ്ണ, മസാല, ഇൻഗ്രീഡിയൻസ് എന്നിവ കൃത്യമായ അളവിൽ ചേർക്കും. ചെറുതായി ചോപ്പ് ചെയ്യും, സ്റ്റർ ചെയ്യും, സോട്ടേ ചെയ്യും, ഫുഡ് പ്ലേറ്റ് ചെയ്യുകയും ചില ക്ലീനിങ് ടാസ്ക്സ് ചെയ്യുകയും ചെയ്യും. അതിലേറെ അതിശയിപ്പിക്കുന്നത് ഇത് ആയിരക്കണക്കിന് റെസിപ്പീസ് ഉപയോഗിച്ച് ട്രെയിൻ ചെയ്ത AI സിസ്റ്റമാണ് എന്നതാണ്. സെൻസേഴ്സ് ഉപയോഗിച്ച് മോയ്സ്ചർ, ടെക്സ്ചർ, ബ്രൗണിംഗ് എന്നിവ പരിശോധിച്ച് കുക്കിംഗ് പ്രോസസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിന് കഴിയും. അതായത് നിങ്ങൾ റെസിപ്പി തിരഞ്ഞെടുക്കുന്നു, റോബോട്ട് പാചകം ചെയ്യുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് സയൻസ് ഫിക്ഷൻ ആയിരുന്നു. ഇന്ന് ഇത് യഥാർത്ഥ പ്രോഡക്റ്റ് ആണ്. എന്റെ അഭിപ്രായത്തിൽ ഈ ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗാഡ്ജറ്റ് ഇതാണ്. കാരണം ഇത് ഒരു ചോദ്യം ഉയർത്തുന്നു: 2035 നമ്മുടെ വീടുകളിലെ അടുക്കളയിൽ മനുഷ്യർ കൂടുതലായിരിക്കുമോ അതോ റോബോട്ട്സ് ആയിരിക്കുമോ? ഈ 6 ഗാഡ്ജറ്റ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമെന്ന് തോന്നിയത് ഏതാണ്? സ്വയം മസാല അളക്കുന്ന സ്പൈസ് കാരോസൽ ആണോ, കറി അളക്കുന്ന സ്റ്റെർമേറ്റ് ആണോ, ബ്രെഡ് മെഷീൻ ആണോ, കോഫി മെഷീൻ ആണോ, അതോ നേരെ ഒരു റോബോട്ട് ഷെഫ് തന്നെ വേണമോ? കമന്റിൽ പറയൂ. ഇത്തരത്തിലുള്ള ഫ്യൂച്ചർ ടെക്, AI, റോബോട്ടിക്സ്, ഓട്ടോമേഷൻ അപ്ഡേറ്റ്സ് മലയാളത്തിൽ അറിയാൻ വാക്ക് ആൻഡ് ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.